വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈക്കിംഗ് ഡോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തോഷിലാണ്, തോഷ് വില്ലേജിലാണ് നിൽക്കുന്നത്. ഇത് ഹിമാചൽ പ്രദേശിലാണ്. എൻ്റെ പിന്നിലായി കാണുന്ന മഞ്ഞുമൂടിയ പ്രദേശമാണ് കീർഗംഗ. അതിന് താഴെയായിട്ടാണ് കൽഗ, പുൽഗ എന്നീ വില്ലേജുകളും വരുന്നത്. എന്തായാലും നമ്മൾ കസോളിൽ നിന്നും തോഷിലേക്ക് വന്ന യാത്ര നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം. നമ്മൾ തോഷിലേക്ക് പോകുന്നത് ക്യാബ് മാർഗമാണ് കേട്ടോ. ബസ്സിലും പോകാൻ കഴിയും. നമ്മുടെ നിർഭാഗ്യമാണോ ഭാഗ്യമാണോ എന്നറിയില്ല, ബസ് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു പോയിരുന്നത്. ഞങ്ങൾ 6 പേരായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത്. 6 പേർ കൂടെ 2500 രൂപയാണ് ക്യാബിൻ്റെ ചാർജ്. കസോളിൽ നിന്നും മണികരലിലൂടെ ബർഷിനി വഴിയാണ് നമുക്ക് തോഷിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഒരു സൈഡിലായി മഞ്ഞു മൂടിയതും മറ്റൊരു സൈഡിലായി പച്ചപ്പ് നിറഞ്ഞതുമായ ഒരുപാട് മലനിരകളും അതിന് നടുവിലൂടെ ഒഴുകുന്ന പാർവതി നദിയും ഈ യാത്രയിലുടനീളം ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 2400 മീറ്റർ അഥവാ 7900 അടി ഉയരത്തിലാണ് പാർവതി താഴ്വര സ്ഥിതി ചെയ്യുന്നത്. പാർവതി താഴ്വരയിൽ പാർവതി നദിയുടെ വലത് കരയായിട്ടുള്ള മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു താഴ്വരയിൽ ചെറിയൊരു ഗ്രാമമാണ് നമ്മുടെ തോഷ് വില്ലേജ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മലകളെ ചുറ്റിയുള്ള വഴികളും ഈ തെളിഞ്ഞ ആകാശവും മഞ്ഞു മൂടിയും മലനിരകളും എല്ലാം കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ്. നമുക്കായി നമ്മുടെ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയി ആസ്വദിക്കുക, കണ്ടു നോക്കുക, അനുഭവിക്കുക, അതറിയുക. ഓരോ യാത്രകളും ചെയ്ത് പല പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകളും അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങളും അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്കിനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും പകരം വെക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതാണ് നമ്മുടെ തോഷ് വില്ലേജ്. വില്ലേജിനുള്ളിലേക്ക് കിടക്കുമ്പോൾ അത്യാവശ്യം നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത് തടിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ശിവക്ഷേത്രം കാണാൻ കഴിയും. അതാണ് കേട്ടോ ഈ കാണുന്ന ക്ഷേത്രം. ഗ്രാമത്തിനുള്ളിലെ ഇടവഴികളിലൂടെ നടന്ന് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത് ഈ ഗ്രാമത്തിന് മുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ്, കുട്ട്ല. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് തടി കൊണ്ടുള്ള അനേകം വീടുകൾ. തണുപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗ്രാമവാസികൾ പ്രാചീന കാലം തൊട്ടേ യൂസ് ചെയ്തു വരുന്ന ഒരു രീതിയാണ് തടി കൊണ്ടുള്ള വീട് നിർമ്മാണം. ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെ കഴുത, പട്ടി തുടങ്ങിയ അനേകം ജീവികളെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പതിവ് തെറ്റിയില്ല, ഇവിടെയും വന്നു നമ്മുടെ കൂട്ടൊരു പട്ടിക്കൂട്ടൻ. ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് പുള്ളി. ഞങ്ങളുടെ കൂടെ അങ്ങ് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പുള്ളിയും വന്നിട്ടുണ്ട് കേട്ടോ, കൂടെ കൂടിയിട്ടുണ്ട് ആള്. ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആ കാണുന്ന കൂട പോലത്തെ ഒരു ചുമട്ട് രീതിയാണ് കേട്ടോ ഇവിടെ സാധനങ്ങൾ പാസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
ഇവിടത്തേക്ക് ഇതാ നമ്മളെ കണ്ട് വീണ്ടും കുറേ പട്ടിക്കുട്ടന്മാർ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആൾക്കാർ ഭയങ്കര സീനാണ് കേട്ടോ. കുറച്ച് കുറുമ്പ് കൂട്ടിയ ടീംസായിരുന്നു, കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെ അവിടെ പട്ടിക്കുട്ടന്മാരുമായിട്ടുള്ള പരാക്രമം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് നമ്മുടെ കുട്ടള എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഇതുവഴി ഇറങ്ങി ഈ പാലം കടന്ന് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നതാണ് കുട്ടള. കുട്ടളയിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ പ്രോപ്പർട്ടിയിലാണ്. ഈ പ്രോപ്പർട്ടിയും നമ്മുടെ ഒരു മലയാളീസിൻ്റെ തന്നെയാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്ന ഈ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലായിട്ട് ആ കാണുന്ന മഞ്ഞുമലയില്ലേ, ആ മഞ്ഞുമലയുടെ തറയിൽ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം തപ്പി പോയതാണ്. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇറങ്ങി പോയതാണെങ്കിലും ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലം അത് വേറെ ലെവലായിരുന്നു. ആ വെള്ളച്ചാട്ടം തപ്പി വന്ന് എന്തായാലും തറയിലിറങ്ങി വന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചത ഇതാണ് കേട്ടോ. വെള്ളമെല്ലാം വറ്റി ഒരു സൈഡിൽ മഞ്ഞും മറ്റൊരു സൈഡിൽ മഞ്ഞില്ലാത്ത പ്രദേശത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥ. എന്തായാലും വന്ന സ്ഥിതിക്ക് മഞ്ഞുമലയുടെ മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതൊരു ഇച്ചിരി ചടങ്ങ് പരിപാടിയായിപ്പോയി. ഈ തടിയുടെ മണ്ടക്കൂടെ നടന്ന് വേണം കയറിപ്പോകാൻ. കണ്ട നല്ല രീതി വഴുക്കുന്നുണ്ട്. വഴുക്കലുള്ള ഒരു സ്ഥലം തന്നെയാണ്. കണ്ട വീഴാനുള്ളൊരു ഇതൊക്കെ വന്നെങ്കിലും നമ്മൾ സ്കിപ്പ് അടിച്ചതാ, നമ്മൾ കയറി മണ്ടക്കോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് കയറിയതാ ഇതുവഴി അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായത്. ഇതൊരു ഡാം പോലെ ഒരു ബണ്ട് പോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അവിടുന്ന് വെള്ളം ഫ്രീസായിട്ട് കിടക്കുകയാണ്. ആ വശത്ത് മൊത്തം വെള്ളം ഫ്രീസ്ഡാണ്. അവിടുന്ന് തറയിലോട്ട് വെള്ളം ഐസായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വരാത്തത്. അതാണ് നമ്മൾ നിന്ന ഭാഗത്തൊന്നും വെള്ളം ഇല്ലാഞ്ഞത്. ഞങ്ങളിങ്ങനെ തറയിലെത്തിയപ്പോഴത്തേക്കും സൺലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതിന് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ നന്നായിട്ട് നേരിടേണ്ടി വന്നു. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ഞിലെല്ലാം കുത്തിമറിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് പോയി. കിടന്നുറങ്ങുന്നിടം വരെ ഇങ്ങനെ കിടന്ന സ്ഥലം ഒന്ന് എണ്ണീറ്റപ്പോഴത്തേക്ക് ഇതായിരുന്നു അവസ്ഥ. വല്ലാത്ത സർപ്രൈസ് തന്നെ ആയിപ്പോയി. ഒന്ന് ഉറങ്ങി എണ്ണീറ്റപ്പോഴത്തേക്ക് ഫുള്ള് മഞ്ഞോടി മൊത്തം സ്നോഫാളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മോനെ ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. കണ്ണ് തുറന്നിറങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നു മഞ്ഞ്. ഇത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയായിരുന്നു. ഹിമാചലിൽ വന്നിട്ട് സ്നോഫാൾ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം അതിവിടെ വന്നപ്പോൾ അങ്ങ് മാറി കിട്ടി എല്ലാവർക്കും. പിന്നൊന്നും നോക്കിയില്ല, സ്നോഫാളിലും മഞ്ഞിലും കിടന്ന് പൂണ്ട് വിളയാടുമായിരുന്നു എല്ലാവരും. മഞ്ഞെല്ലാം തല്ലിപ്പൊട്ടിച്ചും മഞ്ഞ് കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയും എന്തൊക്കെയൊക്കെയോ പരിപാടികളായിരുന്നു പിന്നീട് അങ്ങോട്ട്. മഞ്ഞുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയ ആള് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞൊരു കാര്യം, സഞ്ജുവിന്റെ മേക്കിംഗ് ആണ് സഞ്ജുവിന്റെ മേക്കിംഗ്. നമ്മളങ്ങനെ ആ പറഞ്ഞ വാക്കം വരച്ചിട്ടുണ്ട്. സഞ്ജുവിന് മഞ്ഞെന്തോ വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. നമ്മളിന്നലെ നടന്നു വന്ന വഴികളാണിതെല്ലാം. പക്ഷേ ഇവിടെ നല്ല സ്ലൈഡിങ് ഉണ്ട് കേട്ടോ. ഒന്ന് സ്ലൈഡ് ആയി കഴിഞ്ഞാൽ നേരെ ഒറ്റ പോക്കായിരിക്കും നേരെ തറയിലോട്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ ഹോം സ്റ്റേയുടെ സൈഡിലുള്ള ഒരു ഗാർഡനിങ് ഏരിയ ആണ് കേട്ടോ. പക്ഷെ മഞ്ഞെല്ലാം വീണിട്ട് ഒരു പ്രത്യേക ഭംഗിയിൽ കിടക്കുകയാണ് ആ ഒരു സ്ഥലം ഫുള്ള്. കാണുമ്പോൾ മനസ്സിലാവും.
അങ്ങനെ സ്നോഫാൾ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മളിതാ ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പരിചയപ്പെടുത്താം. ഇതാണ് ആ ഡിഷ്. സിദ്ധു ദോഷം പറയരുതല്ലോ, സംഭവം അടിപൊളിയായിരുന്നു. മുകളിൽ നെയ്യ് ഒഴിച്ച് ആ ചട്നിയിൽ മുക്കി കഴിക്കാൻ അന്യായ ടേസ്റ്റ് തന്നെയായിരുന്നു. 80 രൂപയാണ് കേട്ടോ സിദ്ധുവിൻ്റെ റേറ്റ്. അതേപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് അതിനകത്തൊരു മിൻറ്റിൻ്റെ ലീഫ് ഇട്ടിരുന്നത്. ഇതാണ് കേട്ടോ മിൻറ്റ് ടീ. ഇതിന് 20 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹിമാചലിൽ നിന്നും ഇറങ്ങുകയാണ്. ഹിമാചലിൽ നിന്ന് ഇറങ്ങി ഇനി UP-ലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.